എല്ലാവർക്കും ഒരു ഹായ്. പോയി ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്നാലും സീരീസിന്റെ എപ്പിസോഡ് 111 ഓക്കെ. എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഈശ്വരൻ അവർ ആ 7 ടയർ സ്കോർപ്പിയൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതാണ്. അവർക്ക് ആവശ്യമായ ആ സ്കോർപ്പിയൻ അത് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ലവർ, നീ എൻ്റെ അടുത്തേക്ക് വാ, നിന്റെ പോയിസൺ ബോഡി എനിക്ക് വേണം. അങ്ങനെ രീതിയിൽ സംസാരിക്കുമ്പോൾ ഈശ്വരൻ, ഞാൻ വരാം, പകരം എനിക്കൊരു സാധനമാണ്. അതിനെന്താ, നീ എൻ്റെ ലവർ അല്ലേ, നീ പറ. അവൾ ആ മോൺസ്റ്റർ കോർ അതാണ് ചോദിക്കുന്നത്. അത് കേട്ട് ഇത് വേറെ ആരെങ്കിലാണ് ചോദിച്ചിരുന്നെങ്കിൽ അവൻ എൻ്റെ മുൻപിൽ ഇപ്പോൾ ജീവനോടെ കാണില്ലായിരുന്നു. എന്നാൽ നീ അങ്ങനെയല്ല, അവനിവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഷിയോയനെ അറ്റാക്ക് ചെയ്തിട്ട് പോകുന്നു. എന്നാൽ ഷിയോയൻ ലൈറ്റനിങ് വെച്ച് മാറി പോവുകയാണ്. പിടിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരൻ്റെ അറ്റാക്ക്, നിന്റെ അറ്റാക്കിൽ എനിക്ക് ഹർട്ടാകില്ല എന്നാൽ അവനെന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഷിയോയൻ ടൈഫുനെ പാപ്പറ്റിനെ സെറ്റാക്കി നിർത്തി. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ വന്നെങ്കിൽ ഇനി തിരിച്ചു പോകാനും കഴിയില്ല എന്ന് പറഞ്ഞ് പോയിസൺ അത് സ്പ്രെഡാക്കാൻ തുടങ്ങി. അവൻ്റെ കയ്യിൽ ട്രം കാർഡും പുറത്തെടുക്കാൻ തുടങ്ങിയിരുന്നു ഷിയോയനും. നോക്കുമ്പോൾ അവിടെ ലീച്ചൻ ഫോറസ്റ്റിലുള്ള പോയിസൺ ബീസ്റ്റ് എല്ലാം വരാനായിട്ട് തുടങ്ങി. അവരെ അറ്റാക്ക് ചെയ്യാൻ ഇവരെ ഒതുക്കാം എന്ന് പറഞ്ഞ് ടൈൻഹു ആദ്യം പോയി കുറെ എണ്ണത്തിന് സൈഡാക്കുന്നു. പപ്പറ്റ് മറ്റൊരു സൈഡിൽ കൂടി പോയി കുറെ എണ്ണത്തിനെ കൊല്ലുന്നു. അവിടെ വന്ന 2 പേര് ആൻഷ്യൻ ടെറിട്ടറിയിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് വന്ന അറ്റാക്ക് അത് ഈസിയാ തടയാനായിട്ട് പോയി. അവളോട് സൂക്ഷിക്കാനും പറയുന്നു. പിന്നെ ഷിയോയിന് അറ്റാക്കിന് പോകുന്നു. അവര് ഗ്രീൻ ഫ്ലെയിം ഉപയോഗിച്ചൊക്കെ. അതുപോലെ ടൈൻഹു അറ്റാക്ക് ചെയ്ത് പിന്നെ സ്കോർപിയൻ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. ഒരു ബോഡി സ്പിരിറ്റ് മാത്രമായി നീ ടൈൻഷോ ഡ്രാഗൺ ഡ്രൈവിനെ എതിർക്കാൻ നോക്കണു എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു പാർട്ട് മാത്രമായി നീ ഏൻഷ്യന്റ് ഡ്രാഗൺ ഡ്രൈവിലേതാണെന്ന് പറയുകയാണോ, ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ അറ്റാക്ക് നിങ്ങളെല്ലാം കാണിച്ചു തരാം. ഇനി റൂറുമ്പായി നിങ്ങൾ എൻ്റെ യഥാർത്ഥ ബോഡി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയാനുള്ള ടൈം തരില്ലായിരുന്നു. നിന്റെ ബ്ലഡ് എസൻസ് അത് എനിക്ക് വേണം. പപ്പറ്റ് കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഷിയോയിന് കുറെ നേരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് പേടിയില്ല, വീണ്ടും വരുവാണ്. സ്കോർപിയൻ ഡ്രാഗന്റെ കൺട്രോളില്ല. അതുകൊണ്ട് തന്നെ അത് എത്ര നേരം പോകുമെന്നും അറിയില്ല. ഈശ്വര 2 പേരുമായിട്ട് ഫൈറ്റ് അത് നടക്കുമെന്ന് അവളുടെ ജസ്റ്റിനൊക്കെയാണ് പോകുന്നത്. എങ്കിലും ഒരാളെ സൈഡാക്കാൻ നോക്കുന്നുണ്ട്. പപ്പറ്റുമായിട്ട് സ്കോർപിയൻ ഫൈറ്റ്, അതുപോലെ ടൈൻഹും കൂടി ചേർന്ന്. അതിനിടെ സ്കോർപിയൻ ഡ്രാഗന്റെ തലയിലുണ്ടായിരുന്ന ഷെഡിലുള്ള ഒരു കൊമ്പ് അത് പൊടിയുന്നുണ്ട്. അതും കൂടി പോയപ്പോൾ നീ എൻ്റെ ഹോൺ അത് ഒടിക്കുമല്ലേ, നിന്റെ മരണം എന്ന് പറഞ്ഞ ഒരു മാസിവായി സ്കിൽ എടുക്കാനായിട്ട് തുടങ്ങി. അത് കണ്ടാൽ തന്നെ അറിയാം അത് അത്ര സിമ്പിൾ ആകില്ല എന്ന്. അത് പോയിസൺ വെച്ച് തന്നെ ടൊർണാഡോ ആവുകയാണ്. അതുപോലെ ചുറ്റുമുള്ള ബീസ്റ്റുകളിൽ നിന്ന് അതിനെ എടുക്കാനായിട്ട് തുടങ്ങി. അതോടെ അടിയിലുണ്ടായിരുന്ന മുഴുവൻ പോയിസൺ ബീസ്റ്റും ഇല്ലാതായി. ആ തൊല്ല ഒഴിഞ്ഞ് ഷിയോയിന് അതുവഴി ആശ്വാസമെങ്കിലും അതിനേക്കാൾ പവർഫുൾ ആയി സ്കില്ലാണ് വരാൻ പോകുന്നതെന്നും അറിഞ്ഞു. ആ സ്കോർപിയൻ ഡ്രാഗൺ യഥാർത്ഥ ഫോമിലേക്ക് മാറി. അതിന്റെ പവർ അത്ര ടെറിഫിക് ആയിരുന്നു എന്നും കാണാം. ഈ സമയത്ത് ഈശ്വരനായിട്ടുള്ള ഫൈറ്റ് അതും നടക്കുന്നുണ്ട്. ഷിയോയിൻ മാറി അടുത്തെത്തി. ടൈൻഹുവിനോട് കുറച്ചു നേരം അതിനെ ഹോൾഡ് ചെയ്യാൻ കഴിയുമോ, എനിക്കൊരു വഴിയുണ്ട്. ടൈൻഹു, ശരി, നീ എനിക്ക് ജസ്റ്റ് ഒരു ടൈം ശ്രദ്ധ മാറ്റാനായിട്ട് പറയുന്നു. അവന് പപ്പറ്റും കൂടി കയറി ചെല്ലുന്നു. അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക്. അവരതിൽ നിന്ന് മാറി പോകുമ്പോൾ ഈ സമയം നോക്കി ടൈൻഹു ഒരു സ്കില്ല് അത് യൂസ് ചെയ്ത് ചങ്ങല സ്പേസിൽ നിന്നെടുത്ത് അത് വെച്ച് ലോക്കാക്കി. ആളെ മൊത്തം അതിൽ തന്നെ ലോക്കാക്കി. എങ്കിലും ഡൗ വെനറേറ്റ് ലെവൽ ഉണ്ടെങ്കിൽ കൂടി ഒരു സ്പിരിറ്റ് ആയതുകൊണ്ട് തന്നെ അധികം നേരം കഴിയില്ല. ഷിയോയിൻ ആംഗ്രി ബുദ്ധലോട്ട് ആ സമയം ഉണ്ടാകാനായിട്ട് തുടങ്ങി. ആ സ്കോർപിയൻ ഡ്രാഗൺ അത് പൊട്ടിക്കാനായിട്ട് ഷിയോയിനോട് പെട്ടെന്നാകട്ടെ എന്ന് പറയുന്നുണ്ട്. പപ്പറ്റ് വന്നിട്ട് നല്ലോണം കൊടുത്തു, ഇന്ന് അടിക്കുമല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തെങ്കിൽ തിരിച്ച് വാലോട് ഉപയോഗിച്ചൊന്ന് കിട്ടുകയും ചെയ്ത്. എന്നിട്ട് പൊട്ടിച്ചു. അത് പിന്നെ ശരിയാക്കുവാണ്. അവസാനം ടൈൻഹുവിനെ കൊണ്ട് പറ്റാതായി പൊട്ടി. ടൈൻഹുവിനെ നേരെ വന്ന് അടിച്ചു. നിന്നെയൊക്കെ കൊല്ലാതെ എന്റെ ദേഷ്യം തീരില്ല എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. പപ്പറ്റിന് വന്ന് കിട്ടി. ഷിയോയിൻ ടെൻഷനായി. ഈശ്വരൻ വേറെ സൈഡിൽ നിന്ന് അടിക്കുന്നു. ടൈൻഹുവിനെ കൊല്ലാനായിട്ട് പിന്നെ മാസീവായൊരു സ്കില്ല് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് നേരെ വീടുന്നു. അപ്പോഴേക്ക് ഷിയോയിൻ ഉണ്ടാക്കി കഴിഞ്ഞത് ആംഗ്രി ബുദ്ധ ലോട്ടസ് അത് ടൈൻഹുവിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. എന്നിട്ട് വിടുന്നു. അവന്ന പവറിനെ എതിർത്ത് നേരെ ചെന്ന് പൊട്ടിച്ചു. അതോടെ അവിടെ മുഴുവൻ ഒരു വലിയ ലോട്ടസ് തന്നെ വിരിഞ്ഞു. അത്ര എക്സ്പ്ലോഷനിലെ 7th ടയർ സ്കോർപിയൻ ഡ്രാഗൺ ഡെഡായി വീണു. ഈശ്വരന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവർക്കാകട്ടെ അതുകൊണ്ട് ചോക്ക് ഇനി വേണോ, ഒറ്റ പോകാണ്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു. ഷിയാന് ബ്ലഡ് എസൻസ് എടുക്കുന്നു. ഇഷ്യാൻ അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് പോകാം, ഐസ് റിവർ വാലി ഇത് മനസ്സിലാക്കി വരും. ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മോൺസ്റ്റർ കോറും അതെടുത്ത് അവരവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് മറ്റൊരു പ്ലേസ് ഐസ് റിവർ വാലി ഉടനെ കണ്ടുപിടിക്കും. ഷില്ലാൻ പറഞ്ഞത് വെച്ച് കുറെ ഡൗസവും ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ 2 പേരുടെയും സെറ്റ് ആകണം. ഇഷ്യാൻ അപ്പോൾ ആദ്യം ടൈൻഹുവിന്റെ കാര്യം ചെയ്യാനാണ് പറയുന്നത്. അവളുടെ പീക്ക് ഡൗസവും ആണ്. ഡൗ ജനറേറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഫൈറ്റ് വന്നാൽ അത് പണി കിട്ടും. ഷിയോനെ ആലോചിച്ച് ശരിയാണ്, ടൈൻഹുവിന്റെ ബോഡി റിഫൈൻ ചെയ്ത് വന്ന ഒരു ഡൗ ജനറേറ്റ് അത് തന്നെ കിട്ടും. ടൈൻഹു അത് കേട്ട് ഹാപ്പി. ഇത്ര വർഷമായിട്ട് കാത്തിരുന്ന ആ മൊമെന്റ് ഷിയോനോട് നന്ദി പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഹെൽപ്പ് ഇതിന് പകരമാകില്ല. അവരോട് ഞാൻ ഇനിയും സോൾപ്പില്ലേ ഉണ്ടാകാൻ പോകുന്നു, നിങ്ങൾ ആ ടൈമിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പുറത്ത് അവർ വെയിറ്റ് ചെയ്യുന്നു. ഷിയോൻ പിൽസ് അത് റിഫൈൻ ചെയ്തു. പുറത്ത് ബാക്കിയുള്ളവർ നിൽക്കുന്നു. ടൈൻഹു ആയിട്ട് ബോറടിക്കുന്നു. അത് കുറെ നേരം അങ്ങനെ കടന്നു പോകുന്നു. ടൈൻഹുവിന്റെ ചില കോമഡികളും കാണാം. അവസാനം തണ്ടർ ബ്ലെസ്സിങ് അത് വന്നു. അതിനകത്ത് പിൽസ് ശരിയായി എന്നാണ്. എന്നാൽ ഐസ് റിവർ വാലിക്കാണ് ഇത് പോരാ വന്നത്. ഷിയോൻ അപ്പോൾ ഈ തണ്ടർ പിൽസ്
എർത്ത് ലെവൽ ആണോ പപ്പറ്റിന് പറ്റുമെന്നൊക്കെയാണ് ആലോചിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇല്ലാതായത് കൊണ്ട് ഇതെങ്ങനെ സ്വന്തമായിട്ട് ഇല്ലാതെ അതിന് ടൈൻഹു ഇലൂച്ചൻ ഫോറസ്റ്റിലുള്ള പോയിസൺ അതിനേക്കാൾ കൂടുതലാണ്. ലൊക്കേഷൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു വിധത്തിൽ ഹെൽപ്പായി എന്ന് ചെയ്യുവാനും അവസാനം ആ പിൽസ് കംപ്ലീറ്റ് ആയി ഒരു സൈഡ് ഐസും മറ്റേ സൈഡിൽ ലൈറ്റുമാണ്. ഇതൊരു മിറാക്കിൾ തന്നെയാണ്. ചെയ്യുന്നപ്പോൾ ഞാൻ ഒരു സിഗ്നൽ തരാം, അപ്പോൾ പിൽസ് കഴിക്കണം, ഇനി ബോഡി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അത് ആരുടേതാണെന്ന് കണ്ടോ? യുൻഷാൻ്റെ. അത് കണ്ടിട്ട് ഇത്ര നല്ല ബോഡി ആയിട്ടും ആളത്ര നല്ലതായിരിക്കില്ല, കാരണം ഷിയോനെ കൊന്നതാണല്ലോ. അതിനുശേഷം ബോഡി മെർജ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതേപോലെ തന്നെ ഐസ് റിവർ വാലി ലൊക്കേഷൻ നോക്കി വരുമായിരുന്നു. തണ്ടർ ബ്ലെസ്സിങ് കാണാതെ അവർക്ക് മനസ്സിലായില്ല. ടൈംസ് ഉള്ളപ്പോൾ എന്തിനു പേടിക്കണം. അപ്പോൾ ഇനി എന്തൊക്കെയാണോ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണെന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.